മണ്ഡലപൂജയ്ക്ക് ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കഅങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുകയാണ്. ശരംകുത്തിയിൽ ദേവസ്വം ബോർഡ് തങ്കയങ്കി സ്വീകരിച്ചു. അല്പസമയത്തിനകം അയ്യപ്പന് തങ്കഅങ്കി ചാർത്തിയാണ് ദീപാരാധന നടക്കുക. വിവരങ്ങളുമായി ശരംകുത്തിയിൽ നിന്ന് എം മനോജ് ചേരുന്നുണ്ട്. മനോജ്, ശരംകുത്തിയിൽ നിന്നും ആചാരപരമായ വരവേൽപ്പോടുകൂടി സന്നിധാനത്തേക്ക് തങ്കഅങ്കി ഘോഷയാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. എത്ര സമയത്തിനകം സന്നിധാനത്തേക്ക് എത്തും? ഒപ്പം ദീപാരാധനയ്ക്കായി തങ്കഅങ്കി ചാർത്തിക്കൊണ്ടുള്ള ഭഗവാനെ ഒരു നോക്ക് കാണാൻ ഭക്തസഹസ്രങ്ങളാണ് അവിടെ കൂടിയിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? തങ്കയങ്കി ശബരിമല അയ്യപ്പന് ചാർത്തുവാനുള്ള ഈ ഒരു തങ്കയങ്കി എത്തിച്ചേരും. അല്പസമയത്തിന് മുമ്പാണ് ശരംകുത്തിയിൽ നിന്നും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് തങ്കയങ്കി സ്വീകരിച്ചത്. തങ്കയങ്കിയെ ആനയിച്ചുകൊണ്ട് അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങളും ആ ഘോഷയാത്രയോടൊപ്പം വാദ്യമേള ഘോഷങ്ങളോടുകൂടി കർപ്പൂരാഴിയോടുകൂടി അങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നടപ്പന്തലിലേക്കാണ്, അതായത് ഈ വലിയ നടപ്പന്തലിലേക്ക് സമയത്തിനകം തന്നെ ഈ ഘോഷയാത്ര എത്തിച്ചേരും. ഈ ഘോഷയാത്ര ദർശിക്കുവാൻ വേണ്ടി നിരവധി ഭക്തരാണ് വിവിധ ഇടങ്ങളിലായി, അതായത് ശബരിമലയിലാകെ തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അത് മനസ്സിലാക്കി തന്നെ നിരവധി ഭക്തർ എത്തിയിട്ടുണ്ട്. ഇന്ന് ഈ തങ്കയങ്കി സന്നിധാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ മേൽശാന്തിയും തന്ത്രിയും ചേർന്ന് ഈ തങ്കയങ്കി ഏറ്റുവാങ്ങി ഇന്ന് 6:30 നടക്കുന്ന ദീപാരാധനയിൽ സ്വാമി അയ്യപ്പൻ്റെ ആ വിഗ്രഹത്തിൽ ചാർത്തുന്ന ഈ തങ്കയങ്കി, ആ തങ്കയങ്കി ചാർത്തിയുള്ള അയ്യനെ ദർശിക്കുവാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഓരോ ഭക്തരും. എന്തായാലും മണ്ഡലകാലം അവസാനിക്കുന്ന ഈ നിമിഷങ്ങളിൽ, അതായത് നാളെ മണ്ഡല പൂജ നടക്കും. ആ മണ്ഡല പൂജ കഴിഞ്ഞ് നാളെ ഹരിവരാസനം പാടി നടയടയ്ക്കുകയാണ്. അങ്ങനെ ആ ദിവസങ്ങളിലൊക്കെ തന്നെ പുണ്യദർശനമായി, അതായത് എന്നും അയ്യനെ ദർശിക്കുന്നത് പുണ്യമാണെന്നാൽ ഈ തങ്കയങ്കി ചാർത്തിയുള്ള ദർശനമെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ഓരോ ഭക്തനും അതേറെ പ്രിയപ്പെട്ടതാണ്, ഏറെ ാണ്. അങ്ങനെ ആ ദർശനത്തിനായി കാത്തിരിക്കുന്നവരാണ്. അല്പസമയത്തിനകം തന്നെ നമ്മളിപ്പോൾ ഈ ചെറിയ നടപ്പന്തലിൽ നിന്നും ഇനി വലിയ നടപ്പന്തലിന് സമീപത്തേക്ക് എത്തുകയാണ്. ഈ ശരംകുത്തിയിൽ നിന്നും അങ്ങനെ വലിയൊരു തിരക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭക്തർക്ക് കൃത്യമായിട്ടുള്ള നിയന്ത്രണം ഉണ്ട് എന്നുള്ളതാണ്. ഈ സമയത്തൊക്കെ തന്നെ ഈ നടപ്പന്തലാകെ പോലീസ് ഉദ്യോഗസ്ഥരാണ്, അതോടൊപ്പം ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരുമുണ്ട്. കാരണം ഈ തങ്കയങ്കി സ്വീകരിച്ചുകൊണ്ട് ആ മേൽശാന്തിയുടെയും അതോടൊപ്പം തന്നെ തന്ത്രിയുടെയും കയ്യിലേൽപ്പിക്കേണ്ടത് ഈ തങ്കയങ്കിയോടൊപ്പം വരുന്ന ഉദ്യോഗസ്ഥർ അവരോരോരുത്തരും അങ്ങനെ ശരംകുത്തിയിൽ നിന്ന് സ്വീകരിച്ച് മണ്ഡലപൂജയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും സന്നിധിയിൽ പൂർത്തിയായിരിക്കുകയാണ്. ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കഅങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുന്നു. അല്പം സമയം മുമ്പാണ് ശരംകുത്തിയിൽ ദേവസ്വം ബോർഡ് തങ്കയങ്കിയെ സ്വീകരിച്ചത്. അല്പസമയത്തിനകം തന്നെ തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തും. പിന്നെ തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള ദീപാരാധനയാണ് നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടി അയ്യൻ്റെ ഭക്തർ എല്ലാവരും കാത്തിരിക്കുകയാണ്. മിഥുൻ മുരളി കൂടി ചേരുന്നുണ്ട്. മിഥുൻ, ഞാൻ സൂചിപ്പിച്ചതുപോലെ സന്നിധാനം അങ്ങനെ കാത്തിരിക്കുകയാണ്. ഭക്തസഹസ്രങ്ങൾ അയ്യപ്പനെ തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള ഭഗവാനെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്രത്തോളം ഭക്തരാണ് അവിടെ എത്തിയിരിക്കുന്നത്? ഒപ്പം ഒരുക്കങ്ങൾ സന്നിധാനത്തേക്ക് എത്ര സമയത്തിനകം ഈ ഘോഷയാത്ര, ഈ പേടകം എത്തിച്ചേരും? മിഥുൻ. നീലിമ, ശരണമന്ത്രമുഖരിതമായി സന്നിധാനം തയ്യാറെടുത്തിരിക്കുകയാണ്. അയ്യന്റെ സന്നിധിയിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തങ്കയങ്കി എത്തും. തങ്കയങ്കി കൊടിമരച്ചുവട്ടിലാണ് ഇനി സ്വീകരണമുള്ളത്. അതിനുശേഷം സോപാനത്തിനടുത്തേക്ക് എത്തുമ്പോൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് അയ്യന്റെ തങ്കയങ്കി ഏറ്റുവാങ്ങി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ആ ദിവ്യരൂപത്തിൽ ദീപാരാധന നടക്കും. ഏറ്റവും പുണ്യകരമായിട്ടുള്ള നിമിഷങ്ങളിലേക്കാണ് സന്നിധാനം കടക്കുന്നത്. ഭക്തിയുടെ പാരമ്യത്തിലേക്ക് സന്നിധാനം കടക്കുന്നു എന്ന് തന്നെ പറയാം. ഈ തീർത്ഥാടന കാലത്തെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ദിവസം അയ്യന്റെ ദിവ്യരൂപത്തിൽ ആ തങ്കയങ്കി ചാർത്തി ദീപാരാധന തൊഴുക ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഗ്രഹ സാഫല്യീകരണത്തിന്റെ നിമിഷമാണ്, ഏറ്റവും പ്രാർത്ഥനാപരമായിട്ടുള്ള നിമിഷമാണ്. ആ ദിവ്യരൂപം തങ്കയങ്കി ചാർത്തി തൊഴുക എന്നുള്ളത് ഭക്തർക്ക് നൽകുന്ന ആ ഒരു ആഗ്രഹ സാഫല്യം എത്രത്തോളം ആണ് എന്നുള്ളത് വാക്കുകൾക്ക് അതീതമാണ്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിരിക്കുന്നു. ശരംകുത്തിയിൽ നിന്നും ആചാരപരമായ സ്വീകരണത്തിന് ശേഷം അല്പസമയത്തിനുള്ളിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തും.
ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തും. ഇനി കൊടിമര ചുവട്ടിലാണ് സ്വീകരണമുള്ളത്. ദേവസ്വം ബോർഡിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള സ്വീകരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഭക്തരെ പ്രവേശിപ്പിക്കുന്നതിന് നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് തന്നെ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഭക്തർ കുറവാണ്. നേരത്തെ മല കയറിയെത്തിയിരിക്കുന്ന ഭക്തർ മാത്രമാണ് പലയിടങ്ങളിൽ നടപ്പന്തലിലും മറ്റും ഈ തങ്കയാങ്കി ഘോഷയാത്ര ദർശിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്നത്. ഇനി ശരംകുത്തിയിലേക്ക് ഘോഷയാത്ര എത്തിയതിനു ശേഷമാണ് ഈ പമ്പയിൽ നിന്നും ഭക്തരെ ഇന്ന് രാവിലെ മുതൽ കാത്തു നിൽക്കുന്ന ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുക. അതുകൊണ്ട് തന്നെ സന്നിധാനത്ത് ഭക്തരുടെ നിയന്ത്രണം ഉള്ളതുകൊണ്ട് തന്നെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അങ്ങനെയുള്ള ആളുകൾ മാത്രമാണ് ഈ സന്നിധാനത്തും പരിസര മേഖലകളിലുമൊക്കെ ഉള്ളത്. താഴെ നടപ്പന്തൽ മുതലുള്ള ഭാഗങ്ങൾ, മരക്കൂട്ടം മുതലുള്ള വിവിധ ഭാഗങ്ങളിൽ നേരത്തെ മല കയറിയെത്തിയിരിക്കുന്ന ഭക്തർ ശരണമന്ത്ര മുഖരിതമായി ആ തങ്കയങ്കി ഘോഷയാത്ര ദർശിക്കുന്നതിന്, തങ്കയങ്കി ഘോഷയാത്രയെ വരവേൽക്കുന്നതിന് വേണ്ടി ഒരു നിമിഷം അതൊന്ന് ദർശിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ച ശരണമന്ത്ര മുഖരിതമാണ്. ഈ പരിസരവും അയ്യൻ്റെ സന്നിധാനവും എല്ലാം ഒരേ മനസ്സോടെ, ഒരേ ആത്മാവോടുകൂടി കാത്തിരിക്കുന്നത് അയ്യൻ്റെ ആ തങ്കയങ്കി ദർശിക്കുക എന്നുള്ള ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ്. എന്തായാലും ഇവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. വിളക്ക് തെളിയിച്ചുകൊണ്ട് മിഥുൻ, തങ്കയങ്കി അവിടെ സന്നിധാനത്തേക്ക് എത്തുമ്പോൾ കനത്ത പോലീസ് സുരക്ഷയാണ് ഉള്ളത്. അമൂല്യമായ വസ്തുവാണ് തങ്കയങ്കി എന്നത്. തിരുവിതാംകൂർ രാജകുടുംബം ശബരിമല അയ്യപ്പന് സമർപ്പിച്ച 453 പവനോളം തൂക്കമുള്ള സ്വർണ്ണ വസ്ത്രമാണ്. ഇത് മണ്ഡലപൂജയുടെ ഭാഗമായി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുകയാണ്. ആ നയനാഭമായ കാഴ്ച, നയനമനോഹരമായ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ഈ ദീപാരാധനയ്ക്കായി എല്ലാവരും കാത്തിരിക്കുന്നത്. നാളെയാണ് മണ്ഡലപൂജ നടക്കുന്നത്. അപ്പോൾ എത്രത്തോളം സുരക്ഷിത സന്നാഹങ്ങളാണ് സന്നിധാനത്ത് ഒരുക്കിയിരിക്കുന്നത് മിഥുൻ? നീലിമ, ശബരിമല സുരക്ഷാ ചുമതലയുള്ള ADGP S. ശ്രീജിത്ത്, ശബരിമല സ്പെഷ്യൽ ഓഫീസർ, പത്തനംതിട്ട SP, മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ എല്ലാവരും, ഉദ്യോഗസ്ഥരെല്ലാം തന്നെ കൊടിമര ചുവട്ടിലുണ്ട്. ഇവരുടെ എല്ലാം സാന്നിധ്യത്തിലാണ് ഔദ്യോഗികമായിട്ടുള്ള സ്വീകരണം തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് ഇനി കൊടിമര ചുവട്ടിൽ നൽകുക. ദേവസ്വം ബോർഡ് ഭാരവാഹികൾ അടക്കമുള്ള ആളുകൾ ഈ കൊടിമര ചുവട്ടിൽ ഇപ്പോൾ ഈ തങ്കയങ്കി ഘോഷയാത്രയെ വരവേൽക്കുന്നതിന് വേണ്ടി തുടരുക. ഇപ്പോൾ മനോജ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മനോജ്, കൊടിമര ചുവട്ടിലേക്ക് അങ്ങനെ അയ്യപ്പൻ്റെ തങ്കയങ്കി വഹിച്ചുള്ള ആ യാത്ര എത്തുകയാണ്. എങ്ങനെയാണ് അവിടുത്തെ ഒരുക്കങ്ങൾ? ആരെല്ലാമാണ് ഈ കൊടിമര ചുവട്ടിൽ വെച്ച് തങ്കയങ്കിയെ സ്വീകരിക്കുക, അത് ഏറ്റുവാങ്ങുക? മിഥുനിലേക്ക് തന്നെ വരികയാണ്. മിഥുൻ, കൊടിമര ചുവട്ടിലേക്ക് അങ്ങനെ തങ്കയങ്കി ഘോഷയാത്ര എത്തുകയാണ്. ആ പ്രത്യേക പേടകത്തിലാണ് തങ്കയങ്കി എത്തുന്നത്. കൊടിമര ചുവട്ടിൽ നിന്ന് എത്ര സമയം എടുക്കും സന്നിധാനത്തേക്ക് തങ്കയങ്കി കൊണ്ടുവരാൻ? ഒപ്പം ദീപാരാധനയുടെ സമയം കൂടി ആയി വരികയാണ് മിഥുൻ. നീലിമ, 6:30-ക്കുള്ളിൽ തന്നെ തങ്കയങ്കി അയ്യപ്പസ്വാമിക്ക് ചാർത്തും. ആ ദിവ്യരൂപത്തിൽ ചാർത്തും. 6:30യോടുകൂടി ദീപാരാധന ഉണ്ടാകും. ഏതാനും നിമിഷം തന്നെ ആ നടപ്പന്തലിൽ നിന്നും ഘോഷയാത്ര 18-ാം പടി കയറി കൊടിമര ചുവട്ടിലേക്ക് എത്തും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് ഉന്നത അധികാരികൾ, ADGP S. ശ്രീജിത്ത്, ശബരിമല സുരക്ഷാ ചുമതലയുള്ള ADGP S. ശ്രീജിത്ത് അടക്കമുള്ള പോലീസ് കോർഡിനേറ്റർ, പത്തനംതിട്ട SP, ശബരിമല സ്പെഷ്യൽ ഓഫീസർ എന്നിവരടക്കമുള്ള മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെയും സുരക്ഷാ ക്രമീകരണത്തിലാണ്, നിയന്ത്രണത്തിലാണ് ഇപ്പോൾ കൊടിമര ചുവടും മറ്റ് ഭാഗങ്ങളും എല്ലാം ഉള്ളത്. സ്വീകരിക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡ് അധികാരികൾ ഉൾപ്പെടെ ഉള്ളവർ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ആ ഒരു സ്വീകരണം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നടക്കും. അതിനുശേഷം സോപാനത്തിന് സമീപത്തേക്ക് തങ്കയങ്കി എത്തിക്കും. പിന്നീടാണ് മേൽശാന്തിയും തന്ത്രിയും മേൽശാന്തിയും ചേർന്നുകൊണ്ട് തങ്കയങ്കി ഏറ്റുവാങ്ങി ദിവ്യരൂപത്തിൽ ചാർത്തിക്കൊണ്ടുള്ള, അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിക്കൊണ്ടുള്ള ദീപാരാധന 6:30യോടുകൂടി നടക്കുന്നത്. 6:30യോടുകൂടി തന്നെ ദീപാരാധന ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഇപ്പോൾ കൊടിമര ചുവട്ടിൽ നിന്ന് മനോജ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. മനോജ്, വളരെ ഭക്തിസാന്ദ്രമാണ് സന്നിധാനം. തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള ഭഗവാനെ ഒരു നോക്ക് കാണാൻ എത്രയോ ഭക്തരാണ് കാത്തിരിക്കുന്നത്. മിഥുൻ, മനോജ്. തീർച്ചയായും ഭക്തജനങ്ങളൊക്കെ അങ്ങനെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര വലിയ നടപ്പന്തലിലാണ് എത്തിയിട്ടുള്ളത്. ഈ കൊടിമര ചുവട്ടിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്തും. ഇവിടെ കർപ്പൂരാഴിയുടെയും വാദ്യമേള ഘോഷങ്ങളുടെയും അകമ്പടിയോടെ ദേവസ്വം ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് ഈ തങ്കയങ്കി വഹിച്ചുകൊണ്ട് ഉള്ള ഘോഷയാത്രയിൽ
മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും എല്ലാ ഭക്തരും അങ്ങനെ ഈ തങ്കയങ്കി പോകുന്ന വഴിയിലെ ഇരുഭാഗത്തും ഈ നടപ്പന്തലിലടക്കം നിരവധി ഭക്തജനങ്ങളാണ് അങ്ങനെ കാത്തു നിൽക്കുന്നത്. ഇന്ന് വൈകിട്ട് നടക്കുന്ന ഈ ഒരു ദീപാരാധന അത് ദർശിക്കുവാൻ വേണ്ടി അങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഭക്തിസാന്ദ്രമായിട്ടുള്ള ശരണമന്ത്രമുഖരിതമായിട്ടുള്ള അന്തരീക്ഷം ഇതാ സന്നിധിയിലേക്ക് അയ്യൻ്റെ തങ്കയങ്കി എത്തുകയാണ്. 1973 തിരുവിതാംകൂർ രാജാവ് ഈ ഒരു തങ്കയങ്കി അയ്യന് വേണ്ടി സമർപ്പിച്ചത്. അന്നു മുതൽ ഇന്ന് വരെ മണ്ഡല പൂജയ്ക്ക് ഈ തങ്കയങ്കി ചാർത്തിയുള്ള പൂജയുണ്ട്. ദീപാരാധന കാണുവാനുള്ള ആ തിരക്കൊക്കെ നമുക്കിവിടെ അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ സന്നിധിയിലേക്ക് ഈ തങ്കയങ്കി എത്തുകയാണ്. 23-ാം തീയതി ആരംഭിച്ച ഘോഷയാത്രയാണ് തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ളത്. ഘോഷയാത്ര അങ്ങനെ വിവിധ ഇടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ഇപ്പോൾ സന്നിധിയിലേക്ക് എത്തുന്നത്. ഓരോ ഭക്തനെ സംബന്ധിച്ചും അങ്ങനെ അവൻ കാത്തിരുന്ന നിമിഷം അത് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന എന്ന് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം, ആ ഒരു ദിവസത്തിനായുള്ള ആ മണ്ഡല പൂജയ്ക്കായുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ഓരോരുത്തരും അങ്ങനെയുള്ളത്. അങ്ങനെ ഓരോ ഭാഗങ്ങളിൽ നിന്നും ശരണമന്ത്രങ്ങൾ മുഴങ്ങുകയാണ്. ആ കാനനപാത താണ്ടി, അതായത് ശബരിമലയിലേക്ക് പമ്പയിൽ നിന്നും വൈകിട്ട് 3 മണിയോടുകൂടിയാണ് ഈ തങ്കയങ്കി വഹിച്ചുള്ള ഘോഷയാത്ര കയറുമെന്ന് അറിയിച്ചിരുന്നത്. അതിനനുസരിച്ച് തന്നെ 3 മണിയോടുകൂടി പമ്പയിൽ നിന്നും കയറിയ ഈ ഒരു തങ്കയങ്കി വഹിച്ചുള്ള ഘോഷയാത്ര ഇപ്പോൾ സന്നിധിയിലേക്ക് എത്തിച്ചേരുകയാണ്. അവസാന നിമിഷങ്ങളിൽ അങ്ങനെ ഇരുവശങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഭക്തജനങ്ങളും അങ്ങനെ ശരണമന്ത്ര ധ്വനികളോടുകൂടി തൊഴുകൈയോടുകൂടി ആ തങ്കയങ്കിയെ വരവേൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ